നമസ്കാരം. കേരള ചരിത്രത്തിൽ ആദ്യമായി നിയമസഭാ മന്ദിരത്തിൽ BJP എന്ന അഖിലേന്ത്യാ പാർട്ടിയുടെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ പാർട്ടിയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസ് കേരള നിയമസഭയിൽ 3-ാം നിലയിൽ 303-ാം നമ്പറിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. അതിൻ്റെ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ജി നിർവഹിച്ചതായും വാർത്തകളിൽ കണ്ടിരുന്നു. അവിടെ ഭാരതാംബയുടെ ചിത്രം, ശ്യാമപ്രസാദ് മുഖർജിയുടെ ചിത്രം, ദീൻ ദയാൽ ഉപാധ്യായയുടെ ചിത്രമൊക്കെ വെച്ചിട്ടുണ്ട് എന്ന് മീഡിയ വൺ ചാനൽ അത് കാണിച്ചുകൊണ്ട് വാർത്ത ഇറക്കിയതായും കണ്ടു. പക്ഷേ സങ്കടകരമായി തോന്നിയ ഒരവസ്ഥ, ഈ ഭാരതാംബയുടെ ചിത്രം അതിൽ വ്യക്തമായിട്ട് നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള ഒരു ഫോട്ടോ ആണ് അതിൽ വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നല്ല വലിയ ഒരു ഫോട്ടോ ഭാരതാംബയുടെ അവിടെ വയ്ക്കാൻ BJP ഭാരവാഹികൾക്ക് കഴിയാതെ പോയത് എന്ന് ഞാൻ വളരെയധികം മനസ്സ് വിഷമിച്ചുകൊണ്ട് ചിന്തിച്ചു പോയി. എന്തായാലും ഈ ഭാരതാംബയുടെ ചിത്രം അവിടെ വെച്ചതിന് ഇവിടെ മീഡിയ വൺ എന്ന ചാനലിൽ ന്യൂസ് കൊടുത്തത് തന്നെ BJP ഓഫീസ് തുറന്നതിനുള്ള വാർത്ത അറിയിക്കലല്ല. അവരുടെ പ്രശ്നം ഭാരതാംബയുടെ ചിത്രം അവിടെ നിയമസഭാ മന്ദിരത്തിലെ ഒരു സ്ഥലത്ത് വെച്ചതിലാണ് അവരുടെ ഏറ്റവും വലിയ അവർക്കുള്ള വിഷമം. ആ വിഷമം എങ്ങനെ തീർത്തു കൊടുക്കുമെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. കാരണം അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന അവരുടെ ആ ശുദ്ധമായ ആ ഒരു ചിന്താഗതി ഉണ്ടല്ലോ, ആ ചിന്താഗതി ആ രക്തത്തിൽ അലിഞ്ഞു കിടക്കുന്നിടത്തോളം കാലം ഈ ഭാരതാംബ എന്താണെന്ന് അവർക്ക് തിരിച്ചറിയാൻ ഇനിയും സാധിക്കുകയില്ല. എന്നാലും ചെറിയ തോതിൽ ഞാൻ പറയുകയാണ്, മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കിക്കോളൂ. ഭാരതാംബ ഭാരതത്തിൻ്റെ അമ്മ, അതായത് നിങ്ങളുടെ ഉമ്മ, ക്രിസ്ത്യാനിയുടെ അമ്മച്ചി, ഹിന്ദുക്കളുടെ അമ്മ ഭാരതാംബ. അതാണ് സംഗതി. ഇത് സംഘപരിവാറോ RSS ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ ഗാന്ധിജി ഉള്ള സമയത്തും അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെയുള്ള ഒരു കൺസെപ്റ്റാണ് ഈ ഭാരതാംബ. അതാണല്ലോ ഇപ്പോഴും സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുമ്പോൾ വന്ദേ മാതരം ചെല്ലുന്നത്. ആ വന്ദേ മാതരം ഇതിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ വന്ദേ മാതരവും ആ ഒരു കൺസെപ്റ്റാണ് ഈ ഭാരതാംബയുടെ ചിത്രം. ആ ഭാരതാംബയുടെ ചിത്രത്തിൽ കാവിക്കൊടി വെച്ചു എന്നാണ് മീഡിയ വണ്ണിന് ഏറ്റവും വലിയ വിഷമം. ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ ഉമ്മാനെ വിചാരിച്ച് നിങ്ങൾ ആ ചിത്രത്തിൽ പച്ചക്കൊടി വെച്ചോ, അത് നിന്റെ സങ്കല്പം. പക്ഷേ ഇവിടെ ഭാരതത്തിൻ്റെ അമ്മ, അതാണ് ഭാരതാംബ, അതാണ് വന്ദേ മാതരം. ആ വന്ദേ മാതരമാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുമ്പോൾ ഇവിടെ ചെല്ലുന്നത്. നിന്റെ കൺസെപ്റ്റ് പച്ചക്കൊടിയാണെങ്കിൽ അത് വെച്ചോ, ആർക്കൊരു വിരോധവുമില്ല. പക്ഷെ അന്ന് മഹാത്മാഗാന്ധിയും ആ കാലഘട്ടത്തിൽ അന്ന് ആ ഭാരതാംബയുടെ വന്ദേ മാതരം ചൊല്ലുമ്പോൾ അന്ന് വെച്ചിരുന്നത് കാവിക്കൊടിയായിരുന്നു. അത് അവരുടെ കൺസെപ്റ്റാണ്, അത് തുടർന്നുകൊണ്ടിരുന്നു. ഇപ്പം നിങ്ങൾക്ക് പലതരം കൺസെപ്റ്റ് ഉണ്ട്, അത് മുഴുവൻ നടക്കുന്നു ഇല്ലെങ്കിലും കുറച്ച് നിങ്ങളുടെ കൺസെപ്റ്റാണല്ലോ രാജ്യം മുറിച്ച് തന്നെ പോയത്. അതിൻ്റെ ഒപ്പം നിങ്ങൾ പോയില്ല. ഇവിടെ പിന്നെ ഇരുന്ന് ഈ കുത്തിത്തിരിപ്പുമായി ഇരുന്നു കൊണ്ട് ഭാരതാംബയുടെ ചിത്രം വെച്ചു. ഇതിൻ്റെ നിയമവശം എന്താണ്? നിയമസഭാ മന്ദിരത്തിൽ ഇത് വെക്കാൻ പാടൂ? ഇതൊക്കെയാണല്ലോ നിങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാർ വന്ദേ മാതരം ചൊല്ലിയിട്ട് തന്നെയാണ് സത്യപ്രതിജ്ഞ ചെല്ലുന്നത്. രാജ്ഭവനിൽ ഗവർണർ ഹൗസ്, അവിടെ ഈ ഭാരതാംബയുടെ വലിയ ചിത്രം കാണാം. അറിയില്ലെങ്കിൽ പോയി നോക്ക്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്ത് സമൂഹത്തിൽ വീണ്ടും വിഭജനങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്ന നിങ്ങളുടെ ഈ വൃത്തികെട്ട ആ സംസ്കാരം ഇനിയും അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇവിടെ ഇനിയും കൂടുതൽ വിഘടനവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഒരു പ്രസ്ഥാനം, അതായത് ഒരു പ്രസ്ഥാനത്തിന് അംഗീകാരം കിട്ടിക്കൊണ്ട് ആ നിയമസഭ തന്നെ അംഗീകരിച്ച് അവിടെ അവർക്ക് ഒരു ഓഫീസ് തുറക്കാൻ അവരുടെ ഇതിനെ എന്താണ്
അംഗീകരിച്ചുകൊണ്ട് സ്പീക്കർ അനുമതി കൊടുക്കുമ്പോൾ അതിന് വേണ്ടാത്ത കഥകൾ പറഞ്ഞ് എന്തൊക്കെ മുടക്കവും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കുന്ന നിങ്ങളെപ്പോലത്തെ ഇവന്മാരാണ് ഈ നാട്ടിലെ ഇനിയും വിഷ ജന്തുക്കൾ. നിങ്ങളെ ഒരു സമയത്ത് നിങ്ങളുടെ ചാനൽ വരെ റദ്ദാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ ഇനിയും മറക്കാതെ നടന്നോളണം. ഇനി എനിക്ക് BJP നേതൃത്വത്തിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് അവിടെ ഒരു ഓഫീസ് തുറക്കാൻ ഒരു സാഹചര്യം സ്പീക്കർ ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്ക് തന്ന അംഗീകാരമാണ്. ആ ജനങ്ങളോട് നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണം. അല്ല നിങ്ങൾ രഹസ്യമായിട്ട് അവിടെ പോയി ഒരു ഓഫീസ് തുറന്നിരിക്കുകയല്ല വേണ്ടത്. ഇത് കേരള ചരിത്രത്തിൽ ആദ്യമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലാ BJP ഓഫീസുകളിലും ഒരു ചെറിയ ജില്ലാ ഓഫീസുകളിൽ ഒരു മധുരം വിതരണം ചെയ്തുകൊണ്ട് ആ സമയത്ത് ഇതൊരു വാർത്തയായും മാറ്റേണ്ടതായിരുന്നു. അത് ചെയ്യാനുള്ള ആർജവം നിങ്ങൾ ആരും ചെയ്തില്ല. ഇവിടെ മീഡിയ വണ്ണിനെ പോലെയുള്ളവർ വിമർശിച്ചുകൊണ്ടാണ് ഈ വാർത്ത ജനം അറിയുന്നത്. ഇത് നിങ്ങൾ ചെയ്ത ഒരു ജനങ്ങളെ പോലും മാനിക്കാത്ത വലിയൊരു കുറ്റമാണ്. നിങ്ങൾക്കവിടെ ഒരു ഓഫീസ് തുറക്കാൻ സന്ദർഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ തന്ന നിങ്ങളോടുള്ള ആ ഒരു റെസ്പെക്റ്റാണ്. അതിന് നിങ്ങൾ മാനിക്കണം. അത് നിങ്ങളിവിടെ ചെയ്തില്ല. അതാണ് നിങ്ങൾ ചെയ്ത കുറ്റം. അതുപോലെ തന്നെ ആ ഭാരതാംബയുടെ വലിയൊരു ചിത്രം ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഒരു ചിത്രം അവിടെ നിങ്ങൾ വെക്കണം. അതും നിങ്ങൾ ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും മനസ്സിലാകാത്ത ചിത്രങ്ങൾ കണ്ടിട്ട് ഇത്തരത്തിലുള്ള ചാനലുകൾ വിളിച്ചു പറയാനുള്ള സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത്. എന്തായാലും തെറ്റുകൾ ഇനി ആവർത്തിക്കാതെ അത് തിരുത്തുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ വന്ദേ മാതരം ചൊല്ലി അവസാനിപ്പിക്കുന്നു.